ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ ഗെയിമും അവസാനിച്ച, കളികളും അവസാനിച്ച, കണ്ടന്റുകളും അവസാനിച്ച് ഇതേപോലെ ഒരു സീസൺ ഉണ്ടാവുന്നത്. ലൈവൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഇജാതി ബോറാണ്. അസഹനീയം എന്നത് പറയാതെ വയ്യ. കാരണം ഒന്നുമില്ല, എല്ലാം തീർന്നു. പടക്കക്കട ഗുദാഹവയാണ് ഇപ്പോ. ഇതിൽ നിന്നും എന്തെടുത്തിട്ടാണ് എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എഡിറ്റർ നല്ല പണിയെടുക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം അറിയാം, വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ സീസണും മിക്കവാറും കയ്യിന്ന് പോകും. സീസൺ 5 കയ്യിന്ന് പോകുമെന്ന് പലരും പറഞ്ഞതാണ്. പക്ഷെ മാരാരും പിന്നെ മിഥുനും ഒക്കെ ചേർന്ന് രക്ഷിച്ചെടുത്തതാണ്. പക്ഷെ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് കണ്ടസ്റ്റൻസ് 2 പേരാണ് ഈ ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ ഔട്ടായത്. സിജോയുടെ മെഡിക്കൽ കണ്ടീഷനും വളരെ മോശമാണ്. സിജോയും പുറത്തേക്ക് പോകുന്നേ തന്നെ. അതിന്റെ അപ്ഡേറ്റുകൾ നമ്മൾ അറിയും. ഇപ്പോ അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസ് ആരും ഇറങ്ങി കളിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ട് ആ ഒരു ഷെല്ലിനകത്ത് നിൽക്കുന്നവരാണ്. ഋഷി ആയിക്കഴിഞ്ഞാലും നമ്മുടെ അർജുൻ ആയിക്കഴിഞ്ഞാലും അതേപോലെ ജിൻഡോ, ആകെ ഉള്ളത് ഒരു ഗബ്രിയാണ്. പക്ഷെ ഗബ്രി നായകനില്ലാത്ത കളത്തിലെ ഒരു വില്ലൻ മാത്രമാണ്. ഗബ്രിയെ എക്സ്പോസ് ചെയ്ത് പൊളിച്ചെടുക്കാൻ ഓപ്പോസിറ്റ് ആളില്ല. ഫീമെയിൽസ് ആണെങ്കിലും അതേപോലെ തന്നെ ജാസ്മിൻ, അപ്സര, റസ്മിൻ ബായ് എന്നിവരെ മാത്രമാണ് ഇതിന് എക്സെപ്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അവര് മാത്രമേ ഇറങ്ങി കളിക്കുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും സേഫ് ഗെയിം കളിച്ച് നിന്ന് പോകാൻ താല്പര്യമുള്ളവരാണ്. ശ്രീതു ആയിക്കഴിഞ്ഞാലും നമ്മുടെ ശരണ്യ ആയിക്കഴിഞ്ഞാലും എല്ലാം സെയിം. ഇമേജ് നോക്കാതെ കളിക്കാൻ കെൽപ്പുള്ള ആരുമില്ല. റിയാസിനെയും പോളിഫെറോസിനെയും ഒക്കെ പോലത്തെ 1-2 ഗെയിം ചേഞ്ചിങ് കണ്ടസ്റ്റൻസ് വന്നാൽ കളി ഉഷാറാകും. അല്ലെങ്കിൽ ഓണവില്ലും തമ്പുരു വീട്ടും വീടാണ് ഈ വീട് എന്ന് പാടി ഇരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയും സ്ത്രീകൾ വേണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ഓൾറെഡി അവിടെ വുമൺ പോപ്പുലേഷൻ ഇത്തിരി കൂടുതലാണ്, ആണുങ്ങളാണ് കുറവുള്ളത്. അതുകൊണ്ട് നല്ല 2 മല്ലന്മാരെ ഇറക്കിയാൽ ഈ ഗെയിം വേറെ ലെവലിലേക്ക് ചേഞ്ച് ആകും, ട്വിസ്റ്റ് ആകും. പിന്നെ 70 ദിവസം കഴിഞ്ഞിട്ടൊരു ചാലഞ്ചേഴ്സും വരണം. ഇതൊക്കെ ആയാലേ സീസൺ പവർ ആവത്തുള്ളൂ. അല്ലാതെ പവറിലും ഹാൻഡിലും എന്നിങ്ങനെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിനൊപ്പം നല്ല കണ്ടസ്റ്റൻസും വേണം. നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.